स्तवते सर्वांस्तथा भूतविशेषसङ्घान् ब्रह्माणमीशं कमलासनस्थं ऋषींश सर्वानुरगांश दिव्यान्। अर्जुन उवाच जय श्री पश्यामि देवांस्तव देवदेहे सर्वांस्तथा भूतविशेषसङ्घान् हरे कृष्ण हरे कृष्ण। ब्रह्माणमीशं कमलासनस्थं ऋषींश सर्वानुरगांश दिव्यान्। अर्जुन उवाच पश्यामि देवांस्तव देहे सर्वांस्तथा भूतविशेषसङ्घान् ब्रह्माण्डमीशं कमलासनस्थं ऋषींश सर्वानुरगांश दिव्यान्। भावार्थम വിവർത്തനം ഭാവാർത്ഥം ശില പ്രഭുപാദ് ശില പ്രഭുപാദ് की जय। അർജുനൻ പറഞ്ഞു അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. മാത്രമല്ല, താമരപ്പൂവിൽ ഇരുന്നരുളുന്ന ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങൾ എന്നിവയെയും ഞാൻ കാണുന്നു. ഭാവാർത്ഥം ശില പ്രഭുപാദ് की जय। പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം അർജുനൻ കാണുകയാണ്. അതുകൊണ്ട് സൃഷ്ടിജാലത്തിൽ ആദിമനായ ബ്രഹ്മാവിനെയും പ്രപഞ്ചത്തിന്റെ അധസ്ഥലങ്ങളിൽ ഗർഭോദകശായി വിഷ്ണുവിന് മെത്തയായുള്ള ദിവ്യ സർപ്പത്തെയും ആദ്യമായി കണ്ടുവെന്ന് പറയുന്നു. ഈ സർപ്പശയ്യയുടെ പേരാണ് വാസുകി. വാസുകി എന്ന പേരിൽ മറ്റു സർപ്പങ്ങളുമുണ്ട്. ഗർഭോദകശായി വിഷ്ണു മുതൽ പ്രപഞ്ച സർഗത്തിന്റെ മുകൾ നിലയിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ ഇരിപ്പിടമായ കമലാകൃതിയിലുള്ള ഗ്രഹം വരെ അർജുനൻ കാണുന്നുണ്ട്. തേരിലിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർഗാരംഭം മുതൽ അന്ത്യം വരെ ദൃശ്യമായെന്നാണ് അർത്ഥം. ഭഗവത് കരുണ കൊണ്ട് മാത്രമാണ് അർജുനന് ഇത് സാധിച്ചത്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനത്തിമിരന്തശ്വേജനാഞ്ജനാശലാക്കയാ ചക്ഷുരന്മേലസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ശ്രീമതി ജയപതാകസ്വാമി നാമിനി നമ ആചാര്യപതായ നിതായകരോടുത്തേ ഗൗഡകരാധാമതായ നഗരകരാമതാരണി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമിനി നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സുവദാനിഹം വന്ദേഹം ശ്രീഗുരു ശ്രീയൂതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ ശ്രീരൂപം സാഗ്രജാതം സഗുണാന്തം സംസജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലദാശ വിശാഖരദംശം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലദാശം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപീശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. नमो ओम विष्णुपदाय कृष्णप्रस्थाय भूतले श्रीमदे भक्तिवेदांत स्वामिने नामिने नमस्ते सरस्वती देवी गौरीवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवाचार्य गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ശ്ലോകമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പശ്യാംശി ദേവാംശ തവ ദേവദേഹ. അവിടെ അർജുനൻ എന്താ പറയണേ? കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. ഭഗവാന്റെ ശരീരത്തിൽ, ഭഗവാന്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? ഈ ദേവന്മാരെല്ലാവരും ഉണ്ട്. നമ്മൾ പറയുന്ന 33 കോടി ദൈവങ്ങളും അവിടെ ഉണ്ട്. മാത്രമല്ല, താമരപ്പൂവിൽ ഇരുന്നരുളുന്ന ബ്രഹ്മദേവൻ, അതായത് ഈ ഭൗതിക ലോകം മുഴുവൻ, ബ്രഹ്മദേവൻ വരെ ഭൗതിക ലോകം, അതുവരെ അർജുനൻ കാണുന്നുണ്ട്. എവിടെ? വിശ്വരൂപത്തിൽ. എല്ലാവരും അവിടെ സന്നിഹിതരാണ്.
അതുപോലെ ശിവൻ, ഋഷികൾ, ദിവ്യസർപ്പങ്ങൾ എന്നിവയെയും ഞാൻ കാണുന്നു. അപ്പൊ ഇവരെ എല്ലാവരെയും ആര് കാണുന്നുണ്ട്? അർജുനൻ കാണും. അതിന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പഠിക്കാനുള്ള പാഠം എന്ന് പറഞ്ഞാല് നമ്മള് മറ്റ് ദൈവാരാധനകൾ ചെയ്യേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? നമ്മള് ഭഗവാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണന്റെ ആരാധന ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും തന്നെ 33 കോടി ദൈവങ്ങളും അതില് തൃപ്തിപ്പെടുകയാണ് ചെയ്യുന്നത്, സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്, സംതൃപ്തരാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരുടെയും പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? അവിടെ അമ്പലങ്ങളിലൊന്നും പോയിട്ട് വിഷമമൊന്നുമില്ല. അവിടെ പോകാൻ പാടില്ല എന്നൊന്നും പറയണ്ട. കാരണം അവിടെ പോയാൽ നമുക്കൊരു കാര്യം ചോദിക്കാം. എന്താണ്? അവർക്ക് ഇഷ്ടംപോലെയുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് കൃഷ്ണപ്രേമം ഒരുപാട് ഉള്ളത് കൊണ്ടാണ് അവർ ആ സ്ഥാനത്തിരിക്കുന്നത്, അല്ലേ? അപ്പൊ അവർക്ക് എന്തുണ്ട്? ഇഷ്ടം പോലെ കൃഷ്ണപ്രേമമുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് കൊണ്ട് തരുമോ എന്ന് നമുക്ക് ചോദിക്കാം. അല്ലാതെ ഏതെങ്കിലും മറ്റമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഒരു വെടിയൊക്കെ വെച്ച് അവിടെ ഒരു വലിയ ലിസ്റ്റുമായിട്ടല്ല പോകേണ്ടത് നമ്മൾ. പിന്നെയോ, നമ്മൾ അവിടെ ചെന്ന് അവിടെ ഏത് ദേവനെയാണോ അവരെയൊക്കെ നമ്മൾ നമസ്കരിക്കണം, അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എനിക്ക് കുറച്ച് കൃഷ്ണപ്രേമം തരണേ എന്ന് വേണം പറയാനായിട്ട്. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം കിട്ടണേ എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാവും. കാര്യം എന്താണ്? അവരുടെ മാസ്റ്ററെയാണ് നമ്മൾ പൂജിക്കുന്നതെന്ന് അറിയുമ്പോ അവര് നമ്മളിൽ സംപ്രീതരാവും. നമ്മളിൽ ഒരിക്കലും അസൂയ, ദേഷ്യമോ തോന്നില്ല. നമ്മളെ പേടി എന്താണ്? ഇത്രയും കാലം ഞാൻ പൂജിച്ചിരുന്ന ദേവിയാണ്, അല്ലേ? അവിടെ ചെന്നിട്ട് ഇനി ഞാൻ കൃഷ്ണഭഗവാന്റെ പുറകെ പോകണം എന്ന് പറഞ്ഞാൽ ദേവിക്ക് ദേഷ്യം വരില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത, നമ്മുടെ പേടി, നമ്മുടെ ഭയം. അങ്ങനെ ചിന്തിക്കേ വേണ്ട. നമുക്കാണ് ഈ അസൂയയും കുശുമ്പൊക്കെ ഉള്ളത്. ദേവന്മാർക്ക് അങ്ങനെ അസൂയയും കുശുമ്പൊന്നുമില്ല, അല്ലേ? അവര് അവരാർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അവർ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോ എല്ലാവരുടെയും ദേവദേവനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ, അല്ലേ? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ബാക്കി എല്ലാവരെയും പലരെയും നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുമെങ്കിലും സ്വയം ഭഗവാൻ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്, അല്ലെ? അതാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ അൽത്താറിൽ മറ്റുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ടൊന്നും അത് സാധ്യമല്ല. കാര്യം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് അവരെയൊക്കെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നതല്ലേ. നമുക്ക് ഈ കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം അവർ തന്നതാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലേ? അതുകൊണ്ട് പക്ഷെ ഇതെല്ലാം തന്നതാരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതിപ്പോ നമുക്ക് മനസ്സിലായി, അല്ലേ? പക്ഷെ അവർക്ക് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ഭൗതികമായിട്ട് അവർ ആരെന്ത് ചോദിച്ചാലും എന്റെ കുഞ്ഞുങ്ങൾ വന്ന് നിങ്ങളടുത്ത് ചോദിക്കുമ്പോൾ ഇതൊക്കെ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് ഭഗവാൻ അവിടുന്ന് എന്താണ് അലോട്ട് ചെയ്ത കാര്യം മാത്രമാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടിയാല് നമ്മൾ ഓരോ സംസ്ഥാനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അഭിവൃദ്ധി ഉണ്ടാവും, അല്ലെ? അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്നത് വെച്ചിട്ടാണ് ഇവർ ഇവിടെ ആളാവും, അല്ലേ? നമ്മൾ എന്ത് വിചാരിക്കും? ഓ, ഇവരാണ് നമുക്ക് തരുന്നതെന്നാണ് നമ്മൾ വിചാരിക്കും, അല്ലേ? കാര്യം അവര് പറയത്തില്ല, അല്ലെ? എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇത് കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചാണ് അതിന്റെ ഭാഗമാണ് തരുന്നതെന്ന് ഇവിടെയുള്ള മന്ത്രിമാരും പറയത്തില്ല, അല്ലെ? ഇവിടെയുള്ള മന്ത്രിമാരെന്ന് പറഞ്ഞാല് ദൈവഗണങ്ങളാണ്. നമ്മളെ എക്സാമ്പിളിൽ ദേവഗണങ്ങൾ, അല്ലെ? അപ്പൊ ഇത് എവിടുന്നാ കിട്ടിയത്? കേന്ദ്രത്തിൽ നിന്നാണ് കിട്ടിയത്. കേന്ദ്രം എന്ന് പറഞ്ഞ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, അല്ലെ? അങ്ങനെയാണ് നമുക്ക് ഇത് കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. സപ്ലൈ ചെയിൻ അതാണ്. സപ്ലൈ വരുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരില്ല, പക്ഷെ അത് ദൈവം. പക്ഷെ നമ്മള് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് കിട്ടും, അല്ലേ? അപ്പൊ അതാണ് നമുക്ക് എന്താണ് നമുക്കിപ്പോ കേന്ദ്രമന്ത്രിമാർ ആരെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് ഒരു പ്രശ്നവും വരില്ല. കാര്യം എല്ലാം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെല്ലാവരും ഫയലായിട്ട് നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കും. അങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷന്റെ കാര്യം പറഞ്ഞില്ലേ? എവിടെയാ വേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ വാട്ടർ കണക്ഷൻ വേണമെന്ന് പറഞ്ഞു എല്ലാവരും റെഡിയാണ്, എവിടെയാ വേണ്ടതെന്ന് എന്ന് പറഞ്ഞിട്ട് ഈ ഓഫീസർമാരും മന്ത്രിമാർക്ക് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. കാര്യം എന്താണ്? നമുക്ക് അങ്ങ് അറ്റത്താണ് പിടി, അല്ലേ? അവർക്കറിയാം അവിടെ കേന്ദ്രവുമായിട്ട് വലിയ ബന്ധമുള്ളത് കൊണ്ട് ഇവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവർ നേരെ ഓടി വരും നമ്മളെ വീട്ടിലേക്ക്, അല്ലെ? നമ്മളെ സെർവ് ചെയ്യാനായിട്ട്. അതാണ് എന്റെ വ്യത്യാസം എന്ന് പറയും. അതായത് ഇവിടെയുള്ള എന്താണ് ദേവന്മാരെ അല്ലെങ്കിൽ മന്ത്രിമാരെ നമ്മള് പ്രീതിപ്പെടുത്തുകൊണ്ട് ഒരു ഉപയോഗമില്ല. ഓക്കെ. അപ്പോ 10-ാമത്തെ അധ്യായത്തില് അർജുനന്റെ അപേക്ഷ പ്രകാരം, അല്ലെ, ഇവിടെ എന്താണ് വേറൊരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടത്. ഇത് എല്ലാം എന്താണ് ഇതിന്റെ അവസാനം പറയുന്നത്? അദ്ദേഹത്തിന് സർഗാരംഭം മുതൽ അന്ത്യം വരെ ദൃശ്യമായെന്ന അർത്ഥം. ഭഗവത് കരുണ കൊണ്ട് മാത്രമാണ് അർജുനന് ഇത് സാധിച്ചത്. അപ്പൊ കരുണയില്ലെങ്കിൽ, ഭഗവാന്റെ കരുണ ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്നർത്ഥം.
അല്ലേ? നമ്മൾ പല കാര്യവും സ്വപ്നം കാണും. പക്ഷെ അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ, സാധൂകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ കരുണ വേണം? ഭഗവാൻ കൃഷ്ണന്റെ കരുണ വേണം. ഭഗവാൻ തഥാസ്തു പറയണം, എങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ. അല്ലേ? ഭഗവാൻ തഥാസ്തു പറയാത്തിടത്തോളം നമുക്കിതൊന്നും ലഭ്യമാകില്ല. അല്ലേ? അപ്പൊ ഇനി 10ാമത്തെ അധ്യായത്തിൽ എന്താണ് അർജുനൻ കണ്ടതെന്ന് നോക്കാം. അല്ലേ? അർജുനന്റെ അപേക്ഷ പ്രകാരം 10ാമത്തെ അധ്യായത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത്, അല്ലെ, അങ്ങയുടെ ബാക്കിയുള്ള വിഭൂതികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. ഭഗവാൻ അദ്ദേഹത്തിന്റെ ചുരുക്കം ചില വിഭൂതികളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അല്ലെ? ചുരുക്കം ചില വിഭൂതികളാണ്. നമുക്ക് തോന്നും നമ്മൾ ആ 10ാമത്തെ അധ്യായം വായിച്ചാലും തീരത്തില്ല. കാരണം വിഭൂതികൾ എങ്ങനെ പരന്ന് കിടക്കും. ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് കഴിയുമ്പോൾ അടുത്തത് കഴിയും. അല്ലേ? നമ്മളാരും എന്താണ് പരീക്ഷിത് മഹാരാജാവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ബോറടിക്കും. അല്ലേ? ഓ, മതി, ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം എന്ന് പറയും. അല്ലേ? പരീക്ഷിത് മഹാരാജ് അങ്ങനെ ആയിരുന്നില്ല. വരട്ടെ, ഇനിയും കേൾക്കട്ടെ, മുന്നോട്ട് പോകൂ, ഇനിയും കേൾക്കണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു. അല്ലേ? അങ്ങനെ വേണം നമ്മൾ ഭാഗവതം കേൾക്കാനായിട്ട്, ഭഗവത്ഗീത കേൾക്കാനായിട്ട്. അല്ലേ? അടുത്തത് ഇനി എന്താണ് ആ ഒരു ആകാംക്ഷ. ചില നോവലുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്ത് കാര്യക്ഷമതയോടുകൂടി വായിക്കുന്നത്, അല്ലേ? അത് കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയ്ക്കത്തില്ലിരുന്ന് താഴെ. ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ. ഉം. ഞാൻ പണ്ട് കോട്ടയം പുഷ്പനാഥന്റെ ഒരു ആരാധകനായിരുന്നു. കൊച്ചിലെ ഒരു 8-9 പഠിക്കും. അതായത് അദ്ദേഹത്തിന്റെ എല്ലാ അങ്ങനെ എന്തോ എല്ലാം എന്താണ് എന്താ പറയാ, പ്രേതകഥകളും പിന്നെ ഈ കുറ്റാന്വേഷണ കഥകളൊക്കെയാണ്. അതൊക്കെ കേൾക്കാൻ ഭയങ്കര, അതൊക്കെ വായിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ ബുക്കുകളും വായിച്ചു തീർത്തിട്ടുണ്ട്. അത് ഒരു ബുക്കൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇരുന്ന് വായിച്ച് 2 മണിക്കൂറിന്റെ വായിച്ചു തീർക്കും. കാരണം അത് അടുത്തത് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. അല്ലേ? അതിന്റെ ഒരു 1000-1 അംശം താല്പര്യം ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ വായിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു ഇന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അല്ലേ? അപ്പോ നമ്മളുടെയൊക്കെ താല്പര്യം അതാണ്. ഭൗതികമായിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള കൂടുതൽ അറിയണം എന്നുള്ള താല്പര്യം. ഫോർ എക്സാമ്പിൾ, അല്ലെ, ശബരിമല സ്വർണ്ണ എന്താണ് പ്രശ്നം, സ്വർണ്ണ മോഷണ കേസ്, അല്ലെ, അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ദിവസം രാവിലെ ഇങ്ങനെ കുത്തിയിരിക്കുമല്ലേ, അല്ലേ? എന്തൊക്കെയാണ് അറിയേണ്ടത്. അപ്പൊ അതാണ് നമുക്ക് അത് അങ്ങനെയൊക്കെയുള്ള ആകാംക്ഷ. ആ ആകാംക്ഷയൊക്കെ നമ്മൾ ഭഗവാന്റെ കാര്യത്തിൽ വെച്ചിരുന്നെങ്കിൽ നമ്മൾ എന്നേ രക്ഷപ്പെട്ടു പോയത്. അല്ലെ? അപ്പോ നമ്മൾ അതെല്ലാം കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് മാറ്റണം. അല്ലേ? എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഓട്ടിച്ചവൻ കൊണ്ടുപോയി അല്ലെ, അവൻ രക്ഷപ്പെടട്ടെ. നമുക്ക് എന്താ ഉപയോഗം? ഒരു ഉപയോഗമില്ല. അവർ കൊണ്ടുപോയി. ഇതിനകത്ത് നമ്മൾ അറിയാത്ത ആൾക്കാരായിരിക്കും ഇൻവോൾവ് ആയിരിക്കും. അതൊക്കെ നമ്മൾ ഇനി 10-25 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അറിയും. നമ്മളിപ്പോ നേരിട്ട് മുമ്പിൽ കാണുന്നവർ ആയിരിക്കും ഇത് മുട്ടിച്ചത്. വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും മുട്ടിച്ചത്. അതൊന്നും നമ്മൾ അറിയത്തില്ല. മീഡിയ ചിലതൊക്കെ മറച്ചു വയ്ക്കും. അല്ലേ? അവന്മാര് നമ്മളെ പറ്റിക്കും. മീഡിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് പറ്റിപ്പ, ചീറ്റിംഗ് ആണ്. ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെല്ലാവരും ചീറ്ററാണ്, നമ്മളെല്ലാവരും ചീറ്റിക്കപ്പെടും, അല്ലെ? എന്താണ്, ചീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതിനൊക്കെ ഭാഗമായ ആൾക്കാരാണ് നമ്മളെല്ലാവരും, ജീവാത്മാക്കളെല്ലാം. അല്ലെ? അപ്പൊ ആ 4 പ്രൊപ്പൻസിറ്റി അല്ലെങ്കിൽ ആ ഇതുള്ളത് കൊണ്ട് ഇതൊന്നും വാസ്തവമായിരിക്കില്ല. നമ്മൾ ഈ കേൾക്കുന്ന ഒന്നും വാസ്തവമായിരിക്കില്ല. എല്ലാം വേറെ ആയിരിക്കും, എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം മീഡിയ ഇതെല്ലാം മറച്ചു വെച്ച് നമ്മൾ ഒരു വശത്ത് ഒരു കുഴിക്കകത്ത് കൊണ്ട് ഇടും. അല്ലെ? അവിടെ കിടന്ന് നമ്മൾ നിലവിളിക്കും. അപ്പോ ഈ 10ാമത്തെ അധ്യായത്തില് നമുക്കിവിടെ നമ്മൾ അർജുനൻ എന്താ ചോദിച്ചതെന്ന് ചോദിക്കാം. അല്ലെ? അപേക്ഷ പ്രകാരം ഭഗവാൻ അദ്ദേഹത്തിന്റെ ചുരുക്കം ചില വിഭൂതികളും വിവരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ അധ്യായത്തിൽ ഭഗവാന്റെ വിശ്വരൂപം കണ്ട് അർജുനൻ അത്ഭുതത്താൽ ആശ്ചര്യഭരിതനായി പോയി. ആശ്ചര്യഭരിതനായി നിൽക്കുകയാണ്. അല്ലെ? ഇതുപോലെ പണ്ടും ഭഗവാൻ മറ്റൊരാളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ആ, അതാരെന്നറിയാമോ? ആർക്കെങ്കിലും പറയാമോ? പണ്ടും ഇതേപോലെ ഒരാള് ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്, ബോധം കെടുത്തിയിട്ടുണ്ട്. അതാരാണ്? യശോദാമ്മ. യശോദമായി. അല്ലെ? വളരെ കൊച്ചായിരുന്നപ്പോ, അല്ലെ, യശോദമായിയെ മുമ്പില് നീ മണ്ണ് തിന്നോ, വാ തുറക്കുമെന്ന് ചോദിച്ചപ്പോ വാ തുറന്ന് കാണിച്ചു കൊടുത്തു. യശോദമായി ഡിം കിടക്കണം, ബോധം കെട്ട് വീണു. എന്താ കാര്യം? എന്റെ പ്രാണ എന്താണ് എന്താണ് പ്രാണനായിരിക്കുന്ന ഈ കുഞ്ഞിന്റെ വായിക്കകത്ത് ഈ ഭൂഖണ്ഡം മുഴുവൻ കാണുക എന്ന് പറഞ്ഞാൽ ഏതമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുക? അല്ലേ? ഇതെന്തോ ഒരു കാര്യമാണ്. അതിനകത്തോ യശോദമയ്യം കാണുന്നുണ്ട്, കൃഷ്ണനെ കാണുന്നുണ്ട്. അല്ലേ? ആ, അതൊക്കെ കാണുന്നുണ്ട്. അല്ലേ? നമ്മൾ സിനിമ കാണുന്ന പോലെ. ആരെങ്കിലും അന്തം വിടാതിരിക്കുമോ? ദേ കിടക്കുന്നു, ഡിം, ബോധം കെട്ട് വീണു. അല്ലേ? ഭഗവാന് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. എന്റെ ആ വാത്സല്യ രുചിയൊക്കെ പോവും. അല്ലേ? അത് ഇനിയിപ്പോ ഇത് അതുപോലെ കഴിച്ചു വരികയാണെങ്കിൽ ഈ ഭഗവാനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും. ഒരു അമ്മയുടെ വാത്സല്യം നഷ്ടപ്പെടും. അല്ലേ? അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പെട്ടെന്ന് ആ മഹാമായ എടുത്ത് മറിച്ച് കളഞ്ഞു, ആ കത്തനിട്ട് കളഞ്ഞു. യശോദമ്മയ്ക്ക് ഓർമ്മ വരാതിരിക്കട്ടെ.
മറവി നമുക്ക് തന്നിട്ടുള്ള നല്ല അനുഗ്രഹമല്ലേ മറവി എന്ന് പറയുന്നത്. അത് യശോദമ്മയ്ക്ക് ഇഷ്ടം പോലെ അങ്ങോട്ട് കൊടുത്തു, മഹാമായോ അല്ലേ. യശോദമ്മ താഴെ താഴെ എടാ ഞാൻ ഉറങ്ങിപ്പോയോ, എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ഭഗവാനെ ഒന്നും അന്ന് ഞാനൊന്നും കണ്ടതേ ഇല്ല എന്നുള്ള നിലയിൽ ഭഗവാൻ നിന്നു. ഭയങ്കര അഭിനയമാണ് ഭഗവാൻ അല്ലേ. ഭഗവാന്റെ അടുത്ത് എന്തെങ്കിലും അഭിനയിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം, അതിന്റെ അപ്പുറത്ത് വേറെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. ആ രീതിയിൽ അത് അങ്ങോട്ട് അവതരിപ്പിച്ച് ഭംഗിയാക്കും. അതാണ്. അപ്പൊ അതുപോലെയാണ് ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ് അല്ലെ, എല്ലാത്തിന്റെയും അങ്ങ് അത്യുന്നതമാണ്, മുഴുവനാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ ഭഗവാനെ കാണുന്നത് അല്ലെ. ഭഗവാൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഏറ്റവും മുന്തിയ കാര്യം വേണം അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട്. ഒരു ഒരു കുറവ് പോലും വരാൻ പാടില്ല. ആ രീതിയിൽ എന്താണോ കിട്ടുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു പുഷ്പമാണെങ്കിൽ പോലും നല്ല പുഷ്പങ്ങൾ നമ്മൾ നോക്കി 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 എടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട് അല്ലെ. ആ, പണ്ട് നമ്മള് എന്താണ് ദോഹയിലായിരുന്നപ്പോ ഒരു നാടകം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ഭക്തന്മാര് അഭിനയിച്ച നാടകമാണ്. അതില് ഒരാള്, ഒരു ഭക്തൻ ശീല പ്രഭുപാദർക്ക് വേണ്ടി അല്ലെങ്കിൽ ശീല പ്രഭുപാദർ അവിടെ വരികയാണ്, ആ വീട്ടിലോട്ട് വരികയാണ്. അപ്പൊ ആ വീട്ടിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന് കിടക്കാനുള്ള കിടക്ക ഒരുക്കിക്കൊണ്ടിരിക്കുക. അവർ കീർത്തനൊക്കെ പാടിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിന്റെ കീർത്തനം അത് കിടക്കയൊക്കെ ഒരുക്കി നല്ല രീതിയിൽ നല്ല വളരെയധികം ഭംഗിയാക്കിയിട്ട് അപ്പൊ നമുക്കത് ഇഷ്ടപ്പെട്ടു. അതിൽ കയറിയിട്ട് അത് പെട്ടെന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, അതിൽ കയറി കിടന്നങ്ങ് ഉറങ്ങണം അല്ലേ. അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, കൈ ഇങ്ങനെ വെച്ചോളുന്നു, കൈ അങ്ങനെ വെക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച് അയ്യയ്യേ, ഇത് ഇത് പ്രഭുപാദ് കിടക്കാൻ പോകുന്നില്ല, എന്തിനാ ഇയാളെ വന്ന് കയറി കിടന്ന്, ഈ ഭക്തൻ എന്തിനാ കയറി കിടന്നെന്ന് ചോദിച്ചു അല്ലേ. അപ്പോഴാണ് അല്ലേ നമുക്ക് മനസ്സിലായത് അവരെന്താ നോക്കുന്നത്. അവിടെ കിടക്കുമ്പോ നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കിടക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പഞ്ഞിയോ അല്ലെങ്കിൽ പഞ്ഞിയോ വല്ല സ്പ്രിങ്ങോ വല്ല മുകളിലോട്ട് നിൽപ്പുണ്ടോ എന്ന് നോക്കാനായിട്ട്, അത് വളരെ കംഫർട്ട് ആണോ എന്ന് നോക്കാനായിട്ടാണ് ആ ഭക്തൻ അതിനകത്ത് കയറി ഒന്ന് കിടന്നു നോക്കി. അത് തെറ്റല്ല, മനസ്സിലായില്ലേ. അപ്പൊ അത്രമാത്രം നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ നമ്മൾ വിചാരിച്ചു അങ്ങനെ, നമ്മൾ വിചാരിക്കും ഓ അദ്ദേഹം കിടക്കാൻ പോകുന്ന കട്ടിൽ നമ്മൾ കിടക്കുന്നത് ശരിയല്ലോ, ആ കിടക്കയിൽ നമ്മൾ കിടക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിക്കും അല്ലെ. പക്ഷെ അവിടെയും എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടോ എന്നാണ് ആ ഭക്തൻ നോക്കിയത്. അപ്പോഴാണ് നമുക്കത് മനസ്സിലായി, ശരിയാണല്ലോ, വെരി ഗുഡ് വെരി ഗുഡ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എന്ത് കാണിച്ചാലും അതിനകത്ത് എന്തെങ്കിലും നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ സ്വീകരിക്കും അല്ലെ. അത് എന്റെ മനസ്സിൽ പോയിട്ടേ ഇല്ല, അത് ഇപ്പോഴും ആ മനസ്സിൽ ആ ചിത്രം അവിടെ ഉണ്ട് അല്ലെ. അതായത് ഇപ്പൊ ഒരു ഭക്തൻ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്തായിരിക്കണം, ഭഗവാൻ ഏറ്റവും ഉചിതമായിട്ട് ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ഓഫർ ചെയ്യണം. അതായത് ആർക്കും വേണ്ടാത്ത മുടിയൊന്നുമല്ല കൊണ്ടുപോകും അല്ലെ. അല്ലെങ്കിൽ എന്താണ് ഒഴിവാക്കാൻ പറ്റുന്ന അത് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു അതല്ല കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ ഭഗവാൻ മറ്റൊരാളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മാതാജി പറഞ്ഞു അല്ലെ, ചെറുതിലെ യശോദാമയെ ഭഗവാന്റെ വായില് ഈ ഭൂഖണ്ഡം മുഴുവൻ കണ്ടപ്പോൾ യശോദാമായി ബോധം കെട്ടു വീണു അല്ലെ. അത് കഴിഞ്ഞിട്ട് 125-ാമത്തെ വയസ്സിലാണ് വീണ്ടും ഭഗവാൻ ഈ വിശ്വരൂപം കാണിക്കുന്നത്. ഇവിടെ കുരുക്ഷേത്ര യുദ്ധക്കളത്തില് അർജുനനെ കാണിച്ചു അല്ലെ. അർജുനനെ ആശ്ചര്യപ്പെടുത്തിയത് ആണ് അല്ലെ ആ ഒരു വിശ്വരൂപം. ഭഗവാൻ തന്നെ ഉറപ്പിച്ചു പറയുന്നു, ഇതിനു മുമ്പേ മറ്റാരും ഇത് കണ്ടിട്ടില്ല. യശോദാമായിക്ക് അനുഭവപ്പെട്ട അതേ അത്ഭുത രസമാണ് ഇവിടെ അർജുനനും അനുഭവിച്ചത്. അർജുനന്റെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വന്നു അല്ലെ. അയ്യോ ഇതെന്താ ഞാൻ ഈ കാണുന്നത് എന്നുള്ള നില ഇല്ലേ. അയ്യോ ഇദ്ദേഹമായിട്ടാണോ ഞാൻ കൂടെ കിടന്ന് ഉറങ്ങിയത്, ഒരു പായിലൊക്കെ കിടന്ന് ഉറങ്ങിയത്. ഇദ്ദേഹമായിട്ടാണ് ഞാൻ ഒരു പാത്രത്തിലൊക്കെ വിളമ്പിയത് അല്ലേ. അദ്ദേഹത്തിന്റെ മടിയിൽ ഞാൻ തല വെച്ച് ഉറങ്ങിയിട്ടുണ്ട്. ഷോ അല്ലേ. എന്തൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, എന്തെല്ലാം ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തെയാണോ ഞാൻ കളിയാക്കിയത്. ഭഗവാനെ കൃഷ്ണ എന്നോട് ക്ഷമിക്കണേ എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു അല്ലെ. എല്ലാവരും തന്നെ ഭഗവാനിൽ അത്രയധികം സമർപ്പിച്ചവരാണ്. വൃന്ദാവനത്തിലുള്ളവരാരും തന്നെ അവർക്ക് എന്തൊക്കെ ഐശ്വര്യങ്ങൾ വന്നാലും അവർ ഭഗവാനെ മറക്കുന്നില്ല. വൃന്ദാവനത്തിലുള്ളവരെന്താണ്, ശരിക്കുള്ള യഥാർത്ഥ ഭക്തന്മാരാണ് അല്ലെ. അവർക്ക് ഐശ്വര്യ ദേവതയുടെ ആവശ്യമൊന്നുമില്ല, ഐശ്വര്യമൊന്നും വേണ്ട. അത് അന്നത്തെ പോലെയാണ് ഇപ്പോഴും. ഇപ്പൊ പോയി കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല. വീടുകൾക്കൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ എന്താണ് ഈ വൃന്ദാവനവാസികൾ അല്ലെ, അവർക്ക് എന്താണ് അവരുടെ ഉള്ളിലുള്ള ആ സ്നേഹഭാവവും സേവാ മനോഭാവവും അല്ലെ, അവരുടെ സിമ്പിൾ ലിവിങ് എന്നുള്ള ആ ഒരു ഇതൊന്നും അവർ വിട്ടിട്ടില്ല അല്ലെ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അതിശയിച്ചു. അവരുടെ വാതിലുകളൊന്നും അവർ അടയ്ക്കാറില്ല, എല്ലാം തുറന്നിട്ടിരിക്കുക അല്ലെ. അവരാരും വിചാരിക്കില്ലോ എനിക്ക് എന്റെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അത് തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ അതുവഴിയൊക്കെ പോയി വളരെ ക്ഷീണിച്ചാണ് പോകുന്നതെങ്കിൽ അവർ മോരും വെള്ളമൊക്കെ വഴിയിൽ വെച്ചിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിന് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കുടിച്ചോളാൻ അല്ലെ. വെള്ളം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം എന്ത് ചോദിച്ചാലും അവർ തരും. അതാണ് ഭക്തന്മാർ. കാര്യം എന്താണ്,
ഇവരെല്ലാവരും എന്റെ ഭക്തനെ എന്റെ എന്താണ് പൂജ്യനായിട്ടുള്ള ഇതാണ് ഭഗവാനെ കാണാൻ പോകുന്നതാണ്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണമെന്നുള്ള നിലയിൽ അവര് ഈ ഭഗവാന്റെ ഭക്തന്മാരെയാണ് അവർ സേവിക്കുന്നത്. അല്ലെ? അപ്പൊ അവർക്കറിയാം ഇതെല്ലാം ഭഗവാന് കിട്ടുമോ, അല്ലെ? ഭഗവാൻ സന്തോഷമാവുന്ന അവർക്കറിയാം. അപ്പൊ അവര് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് എങ്ങനെയാണ് ഞാൻ ഭഗവാനെ സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പോ അർജുനൻ കണ്ട ആ വിശ്വരൂപം അവിടെ യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്ന മറ്റു യോദ്ധാക്കന്മാർ ആരും തന്നെ കണ്ടിട്ടില്ല. അർജുനൻ മാത്രമാണ് അത് കണ്ടത്. അല്ലെ? ഉപരിലോകത്തുള്ളവരും ദേവന്മാരെല്ലാം മുഖത്ത് ആകാശത്ത് നിന്ന് അല്ലെ കാണുന്നുണ്ടായിരുന്നു. അല്ലെ? അവര് കിട്ടിയ സന്ദർഭം പാഴാക്കിയിട്ടാണ്. ഉം. അവര് അത് വേണ്ടുവോളം ആസ്വദിച്ചു. അല്ലെ? അവർക്ക് അത് കാണാൻ പറ്റി. അപ്പോ കാരണം എന്താണ്? ഭഗവാൻ അർജുനന് മാത്രമാണ് ആ പ്രത്യേക ചക്ഷുഷ് കൊടുത്തത്. അല്ലെ? ബലദേവ് വിദ്യാഭൂഷൺ പറയുന്നത് അർജുനന് ദിവ്യമായിട്ടുള്ള കണ്ണാണ് ഭഗവാൻ നൽകിയത്. അല്ലെ? ദിവ്യമായ മനസ്സല്ല. ഭഗവാനെ കാണാനായിട്ട് ദിവ്യ ചക്ഷുഷാണ് കൊടുത്തത്, ദിവ്യമായ കണ്ണാണ് കൊടുത്തത്. അത് ഭഗവാൻ കൊടുത്തില്ലെങ്കിൽ അർജുനന് കാണാൻ പറ്റുമോ? എവിടെ? ഒന്നും കാണാൻ പറ്റില്ല. അല്ലെ? ഭഗവാൻ ഒരുപാട് ഓടക്കുഴലുകളുണ്ട്. ഓരോ ഓടക്കുഴലും ഓരോരുത്തരെ വിളിക്കാനാണ്. ഒരു ഓടക്കുഴലില് വിശുക്കളെ വിളിക്കാനാണ്, ഗോക്കളെ വിളിക്കാനാണ്. ഒരു ഓടക്കുഴലിൽ രാധാറാണിയെ വിളിക്കാനാണ്. ഒരു ഓടക്കുഴലിൽ മറ്റുള്ള സഖിമാരെ വിളിക്കാനാണ്. ഇത് പശുക്കളുടെ ഓടക്കുഴലിൽ അദ്ദേഹം ഊതുമ്പോൾ അടുത്ത് നിൽക്കുന്ന രാധാറാണിയോ ഗോക്കന്മാരോ ആരും കാണത്തില്ല. പിന്നെ ആരും കേൾക്കും? ആരും മാത്രമേ കേൾക്കുള്ളൂ? പശുക്കൾ മാത്രമേ, ഗോക്കൾ മാത്രമേ കേൾക്കുള്ളൂ. അല്ലെ? രാധാറാണിയെ വിളിക്കുന്ന ഓടക്കുഴലിൽ ഊതുമ്പോ അത് രാധാറാണി മാത്രമേ കേൾക്കുള്ളൂ, വേറെ ആരും കേൾക്കില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലെ? അതാണ്. അപ്പൊ ഭഗവാന്റെ അത്യുന്നതമായ രൂപം, ഭഗവാന്റെ യഥാർത്ഥ രൂപമാണ്. അത് അർജുനൻ വേണ്ടുവോളം ആനന്ദിച്ചിട്ടുണ്ട്. അല്ലെ? സാധാരണ ഗതിയിലുള്ള ആ രൂപം അർജുനൻ അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അയ്യോ എനിക്ക് പേടിയാവുന്നത്, ഇത് വേണ്ട, എനിക്ക് മറ്റേ പഴയ രൂപം മതി, അത് മാത്രം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ലെ? ഈ വിശ്വരൂപം ഭഗവാന്റെ യഥാർത്ഥ രൂപത്തെക്കാൾ അതീന്ദ്രിയം ത്തെക്കാൾ ഉയർന്ന രൂപമല്ല. കാര്യം എന്താണ്? അത് ഭൗതികമാണ്. ഇപ്പൊ കാണുന്ന വിശ്വരൂപം എന്ന് പറയുന്നത് ഭൗതികമാണ്. കാരണം വിശ്വരൂപം ഭൗതികമാണ്, താൽക്കാലികമാണ്. എന്നിട്ടും അർജുനന് ദിവ്യ ചക്ഷുഷ് എന്തിനായിരുന്നു? അത് പ്രേമപൂർവമുള്ള ഭക്തിയോടെയുള്ള കണ്ണുകളിലായിരുന്നു. അല്ലെ? നമ്മുടെ ബ്രഹ്മസംഹിത എന്താ പറയുന്നത്? ഇത് പറയുന്നുണ്ട് അല്ലെ? ഏത് കണ്ണോടുകൂടി വേണം നമ്മൾ ഭഗവാനെ നോക്കാൻ? അല്ലെ? പ്രേമാഞ്ചനച്ചുരിത പക്തിവിലോചനേന, പ്രേമം ആകുന്ന കണ്ണുകളോട്, അല്ലെ? എന്താണ്? കൺമഷി കൊണ്ട് എഴുതിയ കണ്ണുകളോടുകൂടി നമ്മൾ നോക്കിയാലേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അവിടെ എന്താ പറയുന്നത്? പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ദ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരം അചിന്യ ഗുണം സ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി എന്നാണ് പറയുന്നത്. അല്ലെ? ആരാ പറഞ്ഞത്? ബ്രഹ്മദേവൻ പറഞ്ഞത്, ബ്രഹ്മസംഹിതയിൽ പറയുന്ന പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന. പ്രേമത്തോടെയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിയാലേ ഭഗവാൻ കൃഷ്ണനെ നമുക്ക് കാണാൻ കഴിയൂ. അതുകൊണ്ടാണ് ഈ നിരീശ്വരവാദികൾക്കൊന്നും ഭഗവാനെ കാണാനോ അറിയാനോ പറ്റാത്തത്. കാര്യം എന്താണ്? അവർക്ക് ആ ചക്ഷുഷില്ല, അവർക്ക് ആ പ്രേമമില്ല ഭഗവാനോടല്ലേ. അപ്പൊ ആ പ്രേമത്തോടു കൂടി നോക്കിയാലേ എന്ത് കാണാൻ പറ്റുള്ളൂ? ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ കണ്ണുകൾ നിറച്ച ആ പ്രേമം, അല്ലെ, ആ താല്പര്യം നിറഞ്ഞ് അങ്ങനെ നോക്കിയാലേ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ കാണാൻ കഴിയും. അല്ലെ? അതീന്ദ്രിയമായ ഭഗവാനെ കാണാൻ നമുക്ക് പ്രേമാഞ്ജനം വേണം. ആ കൺമഷി വേണം. പ്രേമത്തോടെയുള്ള കൺമഷി വേണം. പക്ഷേ ഇവിടെ ദിവ്യ ചക്ഷുഷ അതിനേക്കാൾ കുറഞ്ഞ ദിവ്യ ചക്ഷുഷാണ്. അപ്പോൾ പ്രേമാഞ്ജനം എന്ന് പറയുന്നത് വളരെ ഹൈ ക്ലാസ് ഭക്തന്മാർക്ക്, അല്ലെങ്കിൽ ഗോപന്മാർക്കുള്ള ഇതാണ്. അത്രയും എന്താണ് ശുദ്ധമായിട്ടുള്ള ശുദ്ധ ഭക്തർക്കാണ് ആ പ്രേമാഞ്ജനം കിട്ടുന്നത്. പക്ഷെ ഇവിടെ അർജുനന് കൊടുത്തിരിക്കുന്നത് എന്താണ്? ദിവ്യ ചക്ഷുഷാണ്. അത് പ്രേമാഞ്ജനത്തിന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ വളരെ താഴ്ന്നതാണ്. അല്ലെ? വളരെ കുറവാണ്. അത്രയും ഇമ്പോർട്ടൻസ് അല്ല. കാര്യം എന്താണ്? അതിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ആ ഭഗവാൻ, അതായത് എന്താണ് നമ്മുടെ ഗോപന്മാരും ഗോപികമാരും നോക്കുന്നത് വളരെ എന്താണ് ട്രാൻസ്ജെൻഡല്ല. അത് അതീന്ദ്രിയമാണ്. അത് എന്താണ്? ഭൗതികമല്ല. അല്ലേ? അത് എന്താണ്? ഭഗവാനെ കാണാനായിട്ടുള്ള ആ ഒരു താല്പര്യമാണ്, അതീന്ദ്രിയമാണ്, ആത്മീയമാണ്. നല്ല ക്രിസ്റ്റൽ ആയിട്ടിരിക്കുന്ന ചില ആൾക്കാർക്ക് വളരെ ക്രിസ്റ്റൽ ആയിട്ടിരിക്കുന്ന വെളുത്ത പഞ്ചസാരയല്ലേ, അതാണ് ഇഷ്ടം. അല്ലെ? ജനിച്ചപ്പോൾ തൊട്ട് അതാണ് കഴിക്കുന്നത്.
ഈ ദോശ കഴിച്ചാലും എന്താണ് ചപ്പാത്തി കഴിച്ചാലും എല്ലാം ഈ വെളുത്ത എന്താണ് പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കുക. ഇപ്പൊ അതിനെ വൈറ്റ് പോയ്സൺ എന്നാണ് പറയുന്നത്, അത് കാര്യം വേറെ. പക്ഷെ പണ്ടൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഈ എന്താണ് കരിമ്പിന്ന് എടുക്കുന്ന ഷുഗർ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ അത് അവൈലബിൾ അല്ല, കരിമ്പേ ഇല്ല, പിന്നെ എങ്ങനെ അവർക്ക് ഷുഗർ ഉണ്ടാക്കും? അതുകൊണ്ടാണ് അവർ മുഴുവൻ കെമിക്കലാക്കുന്നത്, അല്ലേ? ഇപ്പോഴത്തെ വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ വെളുത്തിരിക്കുന്ന പഞ്ചസാര മുഴുവൻ എന്താണ്? കെമിക്കലാണ്. അതിനകത്ത് പഞ്ചസാരയില്ല, അതിനകത്ത് എന്താണ് ഈ കരിമ്പിന്റെ നീരേ ഇല്ല. അതുകൊണ്ടാണ് അത് ഡോക്ടർമാർ കഴിക്കരുതെന്ന് പറയുന്നത്. അത് കഴിച്ചാൽ വിഷമാണ്, ഇറ്റ്സ് എ പോയ്സൺ, വൈറ്റ് പോയ്സൺ എന്ന് പറയാം, അല്ലെ? അപ്പൊ ഇവിടെ നല്ല ക്രിസ്റ്റൽ ആയിട്ടിരിക്കുന്ന പഞ്ചസാര കഴിച്ച് ശീലിച്ചവർക്ക് ശർക്കര അത്ര ഇഷ്ടപ്പെടില്ല, അല്ലെ? ശർക്കര കൊടുത്താലും ഇത്രയ്ക്ക് രുചി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്വാദിഷ്ടമാകില്ല, രസം. ആ, പക്ഷെ ഈ രണ്ടും നല്ല മധുരമാണെങ്കിലും, അല്ലെ? പഞ്ചസാര ആണെങ്കിലും ശർക്കര ആണെങ്കിലും നല്ല മധുരമാണ്. പഞ്ചസാര ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മൾ നാവിന് പിടിച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതാണ്. അതുപോലെ സദാ ഭഗവാന്റെ അതീന്ദ്രിയ രൂപം കണ്ടുകൊണ്ടിരിക്കുന്ന അർജുനന്, അല്ലെ, ഈ വിശ്വരൂപം കണ്ടപ്പോ അത്ര ടേസ്റ്റ് തോന്നിയില്ല, അല്ലെ? എന്തോ ഒരു അകൽച്ച പോലെ തോന്നി, ഇത് എനിക്കുള്ളതാണോ, അല്ലെ? കാണാൻ വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അർജുനന് ഈ വിശ്വരൂപം കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ആ യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റാർക്കും തന്നെ ഈ വിശ്വരൂപം കാണാൻ കഴിഞ്ഞില്ല. അർജുനൻ നമുക്ക് വേണ്ടിയാണ് ഭഗവാനോട് വിശ്വരൂപം കാണിക്കാൻ അഭ്യർത്ഥിച്ചു. ഇപ്പോൾ നാടിന്റെ മുക്കിനും മൂലയ്ക്കും ഓരോ പുതിയ അവതാരങ്ങൾ വരികയാണ്, അല്ലെ? ഇപ്പൊ കൽക്കി അവതാരങ്ങൾ എത്രയോ എണ്ണമുണ്ട്. കുടുംബസമേതം കൽക്കി അവതാരങ്ങളൊക്കെ ഉണ്ട്. അവരോടൊക്കെ നമ്മൾ എന്ത് ചോദിക്കേണ്ടത്? അപ്പൊ എന്താണ് ഭഗവാൻ അല്ലല്ലേ? അർജുനൻ നമുക്ക് വേണ്ടിയാണ് എന്താണ് ഭഗവാനോട് വിശ്വരൂപം കാണിക്കാൻ അഭ്യർത്ഥിച്ചത്. ഇപ്പോൾ നാടിന്റെ മുക്കിനും മൂലയ്ക്കും ഓരോ പുതിയ അവതാരങ്ങൾ വരികയാണ്. നമുക്ക് എങ്ങനെ ഇവരെ തിരിച്ചറിയാൻ കഴിയും? ഇതൊക്കെ യഥാർത്ഥമുള്ളവരാണോ, ഇതൊക്കെ ശരിക്കുള്ള അവതാരമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? യഥാർത്ഥ അവതാരമാണോ ഡ്യൂപ്ലിക്കേറ്റ് അവതാരമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? അപ്പൊ അതിന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. എന്താണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? നമുക്കത് ഇവരെല്ലാം യഥാർത്ഥമാണോ എന്ന് അറിയാനായിട്ട് അതിന്റെ വഴികളുണ്ട്. എന്തൊക്കെയാണ്? ശാസ്ത്രങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ? ഇപ്പോ ഫോർ എക്സാമ്പിൾ ഭാഗവതത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇനി വരുന്ന കൽക്കിയുടെ ആവിർഭാവത്തിനെ കുറിച്ചിട്ടും ഭാഗവതം പറയുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എവിടെ ആയിരിക്കും ജനിക്കുക, ആരുടെ മകനായിരിക്കും ജനിക്കുക, അല്ലെ? എന്തായിരിക്കും പേര്, ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ഏതെങ്കിലും ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരു അവതാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ശരി, എന്നാൽ നമുക്കത് വിശ്വസിക്കാം, അല്ലെ? പിന്നെയോ, ഒരു സാധാരണ വ്യക്തിക്ക് അസാധ്യമായ കാര്യങ്ങൾ ഈ അവതാരം ചെയ്യുന്നുണ്ടാകും, അല്ലെ? ഒരു സാധാരണ വ്യക്തിക്ക് അത് മാജിക് അല്ല. മാജിക് പഠിച്ചിട്ട് മാജിക് ചെയ്താൽ പോരാ, അല്ലെ? ആ മാജിക് ചെയ്ത് നമ്മളെ പറ്റിക്കേണ്ട ആവശ്യമൊന്നും ഒരു ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, അല്ലെങ്കിൽ ഒരു അവതാരത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല, അല്ലെ? ഒരു സാധാരണ വ്യക്തിക്ക് അസാധ്യമായ കാര്യങ്ങൾ ഈ അവതാരം ചെയ്യുന്നുണ്ടാകണം. ഭഗവാൻ എന്താണ് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്? ഇത്രയും വലിയൊരു ഗോവർദ്ധൻ പർവ്വതം എടുത്ത് പൊക്കി, അല്ലെ? അതും ഇടത് കൈയില് അല്ല, സോറി, കുഞ്ഞു വിരല്, അല്ലെ? കുഞ്ഞു വിരലിലാണ് ഭഗവാൻ ഈ ഗോവർദ്ധൻ ഒരു പർവ്വതം മുഴുവൻ, ഹിമാലയ പോലുള്ള ഒരു പർവ്വതം മുഴുവൻ പൊക്കിയത്, അല്ലെ? അത് ഇയാൾക്ക് ചെയ്യാൻ പറ്റുമോ? അതിനൊക്കെ ചോദിക്കണം നമ്മൾ. അതാണ്, ഒരു സാധാരണ വ്യക്തിക്ക് അസാധ്യമായ കാര്യങ്ങൾ ഈ അവതാരം ചെയ്യുന്നുണ്ടാകും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ഈ അവതാരത്തിന് ശരീരത്തിൽ ചില പ്രത്യേക അടയാളങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മൾ കാലില് കയ്യില് ശംഖടയാളം, അല്ലെ? ചന്ദ്രകല എന്നൊക്കെ പറഞ്ഞ് ഗദ, പത്മം, അതെല്ലാം ചില അടയാളങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? ഭഗവാന്റെ കാലിലുള്ള അടയാളങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇതിനടുത്ത കാലത്ത് കൽക്കി എന്നും പറഞ്ഞ് നടക്കുന്ന ഒരാള്, അല്ലെ? അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് ചുട്ടുപഴുത്ത ഇരുമ്പ് അതുകൊണ്ട് കാലില് എന്താണ് കാൽപാദത്തില് എന്താണ് ഈ അടയാളങ്ങളൊക്കെ വരച്ച് വെച്ചു, അല്ലെ? ആരെങ്കിലും ചോദിക്കുമ്പോ കാണിച്ചു കൊടുക്കാമല്ലോ, അല്ലെ? ഓ, താമര ഭഗവാന്റെ, അല്ലെ? അദ്ദേഹത്തിന്റെ കാലിൽ താമര, എന്താണ്, അല്ലെ? കമല പത്മമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഗതയുണ്ട്, പത്മമുണ്ട്, എല്ലാം കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വരച്ചു വെച്ചു. എന്ന് വെച്ചാൽ എങ്ങനെയാണ് വരച്ചത്? ചുമ്മാ വരച്ചതല്ല. അതായത് ഒരു പാട് വരാൻ വേണ്ടി, പാടോടുകൂടി വരാൻ വേണ്ടി ഈ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. ഓ, പിറ്റുന്നത് പഴുത്ത് അല്ലേ? അദ്ദേഹത്തിന്റെ ആ ആചാര്യനിപ്പോ, അല്ലെങ്കിൽ ആ മഹർഷിക്ക്, അല്ലെങ്കിൽ മഹർഷി എന്ന് എന്താണ്, അല്ലെങ്കിൽ
കൽക്കി എന്ന് പറഞ്ഞു നടക്കുന്ന ആള്, അദ്ദേഹം സ്വയം പറഞ്ഞു നടക്കുന്ന ആൾക്ക് തറയിൽ കാലൂന്നാൻ പറ്റുന്നില്ല. ഇപ്പൊ വീൽ ചെയറിലാണ് ആൾ. മനസ്സിലായി. അപ്പൊ ഇങ്ങനെയൊക്കെ ആൾക്കാർ നമ്മൾ പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇയാളുടെ ഈ മുറിവൊക്കെ ഉണങ്ങി ഇല്ല, അതൊരു പാട് പോലെ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിക്കും, ഓ ഇതാ, ഇത് കലക്കിയാണ്, ഇത് ഭഗവാനാണെന്ന് പറയും. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ പണിയിപ്പിച്ചത്. പക്ഷേ മിക്കവാറും അത് മരിക്കുന്നത് വരെയും, ഇങ്ങനെയൊക്കെ മരിക്കുന്നത് വരെയും ആ വ്രണം ഉണങ്ങാൻ വഴിയില്ല. അല്ലേ? കാര്യം ഭഗവാനാവാൻ തീരുമാനിച്ചല്ലേ, ഭഗവാൻ വിടുവരുത്. അല്ലേ? അപ്പൊ ഈ അവതാരത്തിന് ശരീരത്തിൽ ചില പ്രത്യേക അടയാളങ്ങൾ ഉണ്ടായിരിക്കും, കാലിലും കയ്യിലും ഒക്കെ. അത് നമ്മൾ നോക്കാം. അല്ലെ? പിന്നെ അടുത്തത് എന്താണ്? ഈ അവതാരം വിശ്വരൂപം കാണിക്കാൻ പ്രാപ്തനായിരിക്കണം. ശരി, എന്നാ പിന്നെ അങ്ങ് ആ വിശ്വരൂപം ഒന്ന് കാണിച്ചാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അദ്ദേഹം പോകും, പിന്നെ വരത്തേയില്ല. നമ്മൾ അവിടെ വെറുതെ കാവൽ നിന്നിട്ട് ഒരു കഥയുമില്ല. അദ്ദേഹം വരത്തില്ല. കാര്യം അദ്ദേഹത്തിന് വിശ്വരൂപം എന്നുള്ളത് പറയുന്നില്ല, അത് കാണിക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. അല്ലേ? അപ്പൊ ഇതാണ് എന്താണ് ഭഗവാൻ എന്നുള്ളതിന്റെ തെളിവുകൾ. അല്ലെ? ഞാൻ ആരെങ്കിലും ഇപ്പോ നമ്മളിപ്പോ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ഞാനാണ് ഭഗവാൻ എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. അല്ലെ? ഏഹ് പിന്നെ അങ്ങേര് ആ വഴിക്കേ ഉണ്ടാവില്ല. നമ്മള് പോയോ എന്ന് നോക്കുകയാണ് ജനലിൽ കൂടെ. പോയെങ്കിൽ അദ്ദേഹം വല്ലോട്ട് ഇറങ്ങി വരുത്തുള്ളൂ. ഇതാണ് ഭഗവാനെ ഇതാണ് ഭഗവാൻ എന്നുള്ളതിന്റെ തെളിവുകൾ. ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതത്തില് ശ്രീ അദ്വൈത ആചാര്യൻ നിമായി പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട് ഈ വിശ്വരൂപം കാണിക്കാൻ. അല്ലെ? ഭഗവാൻ അപ്പോൾ അല്ലെ എന്താണ് വരാഹരൂപം അല്ലെ കാണിക്കുന്നുണ്ട്. 4 കൈകളോട് ഒത്ത് അല്ലെ കൂടിയ രൂപം, വരാഹരൂപം എല്ലാം ഭഗവാൻ കാണിക്കുന്നുണ്ട്. ആര്? ചൈതന്യ മഹാപ്രഭു കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താണ് എന്താണ് ഷഡ്ഭുജ രൂപം കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ടില്ല. മായപ്പൂർ പോയി കഴിഞ്ഞാല് ആ എവിടെയാണത്? പഞ്ചതത്വത്തിന്റെ അപ്പുറത്ത് അല്ലെ? അവിടെ ഒരു വലിയ ഷഡ്ഭുജ രൂപം കുത്തിവെച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ല? അതായത് ശ്രീരാമന്റെ 2 കൈകള്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ 2 കൈകള്, ചൈതന്യ മഹാപ്രഭുവിന്റെ 2 കൈകൾ, അങ്ങനെയാണ് 6 കൈകൾ വരുന്നത്. ആ 6 കൈകളോടുകൂടിയ ഒരു വിശ്വരൂപം അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതിന്റെ ആ വിശ്വരൂപത്തിന്റെ ട്രിപ്ലിക്കാണ് അവിടെ വച്ചിരിക്കുന്നത്. ഈ ഷഡ്ഭുജ ഭഗവാന് ഒരു പ്രത്യേകം അവിടെ അവിടെ എന്താണ് ഒരു അമ്പലം തന്നെയുണ്ട്. അവിടെ ചെന്ന് ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ അല്ലെ, ഫ്രണ്ടിൽ ഇങ്ങനെ ആ വിശ്വരൂപം കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അല്ലെ? അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ് വരാഹരൂപം എല്ലാം ഭഗവാൻ കാണിക്കുന്നത്. യശോദ അമ്മയ്ക്കും ഭഗവാൻ കൃഷ്ണൻ തന്റെ ബാല്യകാലത്ത് വിശ്വപ്രപഞ്ച രൂപം തന്നെ വായിക്കകത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെ? ധൃതരാഷ്ട്ര ദർബാർ ഹാളിലും ഭഗവാൻ സമാധാന സന്ദേശവുമായി വന്നപ്പോൾ ദുര്യോധനന് കൂട്ടരും വളരെ മോശമായി പെരുമാറിയപ്പോഴും ഭഗവാൻ ഈ ചെറിയ വിശ്വരൂപം കാണിക്കുകയും അല്ലെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അത് കാണുകയും ആശ്ചര്യഭരിതരാവുകയും ചെയ്തിട്ടുണ്ട്. അല്ലെ? സമാധാനം സന്ദേശമായിട്ട് ആര് പോയി? ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ധൃതരാഷ്ട്രയുടെ ദർബാറിലേക്ക് പോവാണ്. അല്ലെ? അവിടെ സമ്മേളനം നടക്കുന്ന സമയത്താണ് പോകുന്നത്. അല്ലെ? രാജ്യസഭ സമ്മേളനം നടക്കുവാണ്. അവിടെ ചെല്ലുമ്പോ ദുര്യോധനൻ വളരെ മോശമായിട്ട് ഭഗവാനെ എന്താണ് ഭഗവാനോട് പെരുമാറുകയും ഭഗവാനെ പിടിച്ച് കെട്ടാനും പറഞ്ഞു. അല്ലെ? ഇയാളെ പിടിച്ച് കെട്ടുന്നാണ് ആര്? ദുര്യോധന അഹങ്കാരം കൊണ്ട് അദ്ദേഹത്തിന്റെ ഭടന്മാരോട് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ ഭഗവാന് അല്ലെ സത്യം പറഞ്ഞ ദേഷ്യം വന്നപ്പോഴാണ് അദ്ദേഹം ആ വിശ്വരൂപം അവിടെ കാണിച്ചു കൊടുക്കുന്നത്, ആ സഭാ ഹാളിൽ. അല്ലെ? അപ്പൊ അതൊക്കെ അവിടെ നിന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും അത് മനസ്സിലായി. അല്ലെ? ഭഗവാനെ എല്ലാവരും ഈ മായാവി എന്നാണ് പറയുന്നത്. അല്ലെ? ഈ അസൂയുള്ളവരൊക്കെ അങ്ങനെയാണ് പറയുക, ഇയാൾ എന്തോ ഒരു മായാവിയാണ്. അല്ലെ? ആ മായാജാലങ്ങളൊക്കെ കാണിക്കും എന്നുള്ള തരത്തിലാണ് അവരത് എടുത്തത്. അല്ലെ? കാരണം ബുദ്ധിയില്ലാത്തവർ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലെ? എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണോ. അതായത് എന്നാലും ഭഗവാനെ എന്ന് വിളിക്കത്തില്ല, കൃഷ്ണ എന്ന് വിളിക്കില്ല. അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് അവർ കണ്ടുപിടിക്കും. അതാണ് അവിടെ ദുര്യോധനൻ എന്താണ് ഇതൊക്കെ ചെയ്തപ്പോ അല്ലെങ്കിൽ ധൃതരാഷ്ട്രന്റെ ആ ദർബാർ ഹാളില് നടന്ന ഭഗവാൻ ഒരു ചെറിയ വിശ്വരൂപം കാണിക്കുകയും അവിടെ ചെറിയത കാണിച്ചല്ലോ കേട്ടോ. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അത് കാണുകയും ആശ്ചര്യഭരിതരാവുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ
അല്ലേ? ആ ദർബാർ ഹാളിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. കാര്യം എന്താണ്? പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, അല്ലെ? ആരെങ്കിലും നമ്മളോട് വാദിക്കാൻ വന്നു കഴിഞ്ഞാൽ, അല്ലെ, അല്ലെങ്കിൽ എന്താണ്, ഭഗവാനെ കുറിച്ചിട്ട് വാദിക്കാൻ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറയുന്നതൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയല്ല, ഭാഗവതത്തിൽ അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഒരു ശ്ലോകമുണ്ട്, ആ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഭഗവാൻ തന്നെയാണ് അത് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഹേയ്, അതൊക്കെ മനുഷ്യരൂപ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർ വീണ്ടും തുടങ്ങുകയാണെങ്കിൽ, ഇപ്പൊ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത് പോലെ ഒരു കാര്യം ചെയ്യണം. അങ്ങോട്ട് ഇറങ്ങിപ്പോണം, ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ ഇയാളോട് സംസാരിച്ച് ഈ കാട്ടുപോത്തിനോട് വേദം ഓതിയിട്ട് കഥയില്ലല്ലോ, വെറുതെ എന്തിനാ സമയങ്ങളാണ്. ആ സമയത്ത് വേറെ രണ്ടുപേർക്ക് ഇത് പറഞ്ഞു കൊടുത്ത്, ഹരികൃഷ്ണ മുഹമ്മദ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെ ജന്മം രക്ഷപ്പെടും, അല്ലേ? വെറുതെ ഈ കാട്ടുപോത്തിനടുത്ത് നമ്മളിത് പറഞ്ഞു തന്നിട്ട് കഥയില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്ന് നമ്മുടെ ആചാര്യന്മാർ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. എന്താണ്, ആരെങ്കിലും ആർഗ്യൂ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, അല്ലെ, നമ്മളോട് ഈ തർക്കിക്കാനോ വന്നാലും, ഇത് അങ്ങനെയല്ല, നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ്, അല്ലെ, അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല, ഇദ്ദേഹം മായാവിയാണ്, അദ്ദേഹം എന്തിനാണ് യുദ്ധം ചെയ്യിപ്പിക്കാനായിട്ട് ഒരു പാവത്തിനെ പ്രേരിപ്പിച്ചത്, അല്ലെ? എത്രയോ കോടി ആൾക്കാരാണ് അന്ന് മരിച്ചത്, വല്ല ആവശ്യമുണ്ടോ, മര്യാദയ്ക്കിരുന്നപ്പോൾ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്, അല്ലെ? ഇടപെട്ടി ഭഗവാൻ വിചാരിക്കാതെ ഒരു കാര്യവും നടക്കുന്നില്ല. നീ ഈ വാക്കുകൊണ്ട് വാഗൊണ്ട് പറഞ്ഞില്ലേ? വീഡിയോ എടുക്കുക. വീഡിയോ ഒക്കെ എടുക്കാൻ അതൊന്ന് ഓഫ് ചെയ്യുമോ മാതാജി? ആ, 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 ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ശബ്ദം വരുന്നുണ്ട്. ഉം. ഹരേ കൃഷ്ണ. സോറി. അപ്പോ എന്റെ ഫ്ലോ പോയി. എന്താണ് ഞാൻ പറഞ്ഞത്? ഇഷ്ടമില്ലാത്തവരെ പ്രേരിപ്പിക്കരുതെന്ന് നാമം യെസ്, ജപിപ്പിക്കാൻ. സോറി. താങ്ക് യു മാതാജി, താങ്ക് യു. അല്ലേ? ഭഗവാന്റെ കാര്യം കേൾക്കാൻ താല്പര്യമില്ലാത്തുള്ളവരോട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കഥയുമില്ല, അവരെ പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെയെങ്കിലും ഏതെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുക, പോവുക, പിന്നെ ആ വഴിക്കേ വരരുത്. അല്ലെ, കാര്യം ഇയാളെ പറഞ്ഞ് നന്നാക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലെ? ഇയാളോട് ഇനി എത്ര പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവില്ല. അയാൾ മരിച്ചു കഴിഞ്ഞാലേ അങ്ങേർക്ക് മനസ്സിലാവും, അല്ലെ? പ്രേതമായിട്ട് അലയുമ്പോഴേ അങ്ങേർക്ക് മനസ്സിലാവുള്ളൂ, ഷോ, വളരെ കഷ്ടമായിപ്പോയി എന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഞാൻ എനിക്ക് കിട്ടിയ ആ അസുലഭ അവസരം വെറുതെ നഷ്ടപ്പെടുത്തിയല്ലോ ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേ എന്ന് അന്ന് ഭഗവാനെ നമസ്കരിക്കും, അല്ലെ? സാഷ്ടാംഗം വീഴും. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പറയണമെന്നൊക്കെ താല്പര്യം ഉണ്ടാവും, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, അല്ലേ? സൂക്ഷ്മ ശരീരത്തിന് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? നടക്കത്തില്ല. ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ടി വരും, അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ല പഴുതാരയോ പട്ടിയോ പൂച്ചയായിട്ടൊക്കെ വരും, അല്ലേ? അതേ നടക്കുള്ളൂ. അല്ലാതെ അദ്ദേഹത്തെ അങ്ങനെയുള്ള ആത്മാക്കൾക്കൊക്കെ മനുഷ്യരൂപം എന്ന് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വളരെ വിദൂരതയിലാണ്. മനസ്സിലായി? കലിയൊക്കെ തീരാറാകുമ്പോഴായിരിക്കും വരിക അവിടെ. ഓക്കെ, അതാണ് കാര്യം. നമ്മൾ അവരോട് പറഞ്ഞിട്ട് കഥയില്ല. ഭഗവാന്റെ കൃപ അവർക്കില്ല. പിന്നെ നമ്മൾ അവിടെ കൃപ എന്തെങ്കിലും കൊടുത്തിട്ട് വല്ല കഥയാണ്? നടക്കത്തില്ല, യേശത്തില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വീണ്ടും 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 വീണ്ടും. പക്ഷെ എന്നാലും അങ്ങനെ അല്ലല്ലോ, ഇതല്ലേ, ഇങ്ങനെ എന്തിനാ ചെയ്യിപ്പിച്ചത്? നിങ്ങൾക്ക് എന്താണ് അതിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ ചൊടിപ്പിക്കുന്ന രീതി, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതി. ചില ആൾക്കാര് അവര് എന്താണ്, ലോലഹൃദയരാണെങ്കിൽ വീണു പോകും. വീണിട്ട് ശരിയാണ്, അങ്ങ് പറയുന്ന എന്തിലോ കാര്യമുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ വഴിയെ പോകും, അല്ലേ? അമ്പലത്തിൽ വരത്തില്ല, അമ്പലത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പൊ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുവാണ്. ആരാ? ഈ നാസ്തികന്മാരുടെ പുറകെ നടക്കുവാണ്, അല്ലെ? അതിലോട്ട് അങ്ങ് വീണു. കാര്യം അവർക്ക് ഈ വാക്ചാതുര്യങ്ങളുണ്ട്, ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ, അല്ലെ? ഭഗവാൻ ഇല്ലാന്ന് പറയാനായിട്ട് അവർക്ക് 1000 നാക്കാണ്, അല്ലെ? അപ്പൊ അത് എങ്ങനെ നമ്മളെ കയ്യിലെടുക്കണമെന്നൊക്കെ അവർക്ക് നന്നായിട്ടുണ്ട്. അവർ നമ്മളെ സോപ്പിട്ടെടുത്തത് അവസാനം അവര് പറയുന്നത് ശരിയാണല്ലോ, ഇയാൾ പറയണതിൽ എന്തോ കാര്യമുണ്ടല്ലോ, അപ്പൊ ഞാൻ ഈ കേട്ടതൊന്നും ശരിയല്ലല്ലോ എന്ന് നമ്മളെ മനസ്സിൽ തോന്നും. ആ രീതിയിൽ അവർ നമ്മളെ വളച്ചൊടിച്ച് ആകർഷിച്ച് വലിച്ചഴിച്ചോണ്ട് പോകും, അല്ലേ? പോയി കിട്ടി, നമ്മളെ ജീവിതം പോയി കിട്ടി, അല്ലേ? ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ട്, എത്ര ജന്മം കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത്, അല്ലേ? അതുവരെ നമ്മളിങ്ങനെ കാത്തിരിക്കേണ്ടി വരും. വല്ല ആവശ്യമുണ്ടോ, അല്ലേ? അപ്പൊ നമ്മള് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കഴിയുന്നിടത്തോളം ഒഴിവാക്കണം, ദൂരെ നിർത്തണം. അവർ കാണുമ്പോഴേ ദേ വരുന്നുണ്ട്, നമുക്ക് മാറി നാളെ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അവരുടെ കുഴിയിലായി പോകും. നമ്മൾ അവര് നമ്മളെ അവര് പടുകുഴിയിലാണ് കിടക്കുന്നത്, അല്ലെ? ആ പഴുകുഴിയിൽ നമ്മളെ കൂടെ വലിച്ചിട്ടളയും. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇതാണ് എല്ലാ ദിവസവും കൈകാര്യം ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പോ അപ്പോ ഭഗവാൻ ഇവിടെ എന്ത് ചെയ്തു? ആ ദർബാർ ഹാളിൽ നിന്ന് ആ വിശ്വരൂപം കാണിച്ച് നിങ്ങളെയൊക്കെ ഒരു പേടിപ്പിച്ചിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്നില്ല അദ്ദേഹം, അല്ലേ? സന്ധി സമാധാനത്തിന് ഇതിന് പോയതാ, സന്ധി സന്ദേശവുമായിട്ട് പോയതാ, അല്ലെ? ശാന്തി ദൂതനായിട്ട് പോയതാ, അല്ലെ? എങ്ങനെയെങ്കിലുമൊക്കെ ഈ യുദ്ധം ഒഴിവാക്കാനായിട്ട്.
പക്ഷെ അർജുനന് അല്ല സോറി ദുര്യോധനന് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏഹ് ദുര്യോധനന്റെ കാലം അടുത്തടുത്ത് വരികയല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ. അപ്പൊ തീർച്ചയായിട്ടും ദുര്യോധനൻ അങ്ങനെ ചെയ്യുള്ളൂ, അങ്ങനെ പ്രവർത്തിക്കുള്ളൂ. അല്ലെ? അപ്പൊ അതാണ്. നാം മറ്റു ദേവന്മാരെ, അല്ലെ, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ്. മറ്റു ദേവന്മാരെ ആരാധിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. നാം മറ്റു ദേവന്മാരെ ആരാധിക്കുമ്പോൾ നാം ഒരു മരത്തിന്റെ ചില്ലകളെ ആരാധിക്കുന്നത് പോലെയാണ്. ഇപ്പൊ നമ്മളൊരു തുളസി പറയുന്നുണ്ട്, അല്ലെ, തുളസി മരമുണ്ട്, തുളസി ചെടിയുണ്ട്. ആ ചെടിയുടെ വെള്ളത്തിൽ മാത്രമേ നമ്മൾ വെള്ളം തളിച്ചത് കൊടുത്താല്, അല്ല സോറി എന്താണ്, അതിന്റെ ഇലകളിൽ മാത്രം നമ്മൾ വെള്ളം തളിച്ചു കൊടുത്താൽ ഈ ഈ തുളസി ചെടി വളർന്നു വരുമോ, അത് പന്തലിക്കുമോ? അത് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ വേരിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ, എങ്കിലേ അതിന് പോഷകം കിട്ടുള്ളൂ. അതിന്റെ വേരിൽ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ശരീരം മുഴുവൻ, അല്ലെങ്കിൽ അതിന്റെ എല്ലാ ബ്രാഞ്ചസിലും അതിന്റെ എന്താണ് ഒരു ഉന്മേഷം കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ എനർജി കിട്ടുക. അപ്പൊ മരത്തിന്റെ ചില്ലകളെ ആരാധിക്കുന്നത് പോലെയാണ് മറ്റ് ദേവന്മാരെ നമ്മൾ ആരാധിക്കുന്നത്. അല്ലെ? വളരെ നല്ലൊരു ഉദാഹരണം. അത് മരത്തിന്റെ വേരിനെ ആരാധിക്കുന്നത് പോലെ ആയാൽ, അല്ലെ, ആകണം. അല്ലെ? എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഭഗവത് കൃപ കിട്ടുള്ളൂ. ഭഗവാൻ കൃഷ്ണനാണ് എല്ലാ ജീവജാലങ്ങളുടെയും കാരണം. ഭഗവാൻ ഇല്ലാതെ ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. നമുക്ക് ഈ കണ്ണൊന്ന് ചിമ്മണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിചാരിക്കും. ഭഗവാൻ നീ കണ്ണ് ചിമ്മണ്ടെന്ന് വിചാരിച്ചാൽ കണ്ണ് ചിമ്മാൻ പറ്റൂല. അതാണ് വളരെ നിസ്സാരമാണ്, അത്രയേ ഉള്ളൂ കാര്യം. അല്ലെ? ഭഗവാൻ എന്താണ് വിചാരിക്കുന്നത് അത് നടക്കും. അല്ലെ? ഇപ്പോ ഭഗവാൻ കൃഷ്ണനാണ് എല്ലാ ജീവജാലങ്ങളുടെയും കാരണം, സർവകാരണം. അതുകൊണ്ട് നാം മറ്റു ദേവന്മാരുടെ ആരാധനയ്ക്ക് പോകാതെ മാമേകം ശരണം വ്രജ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് മാം ഏകം, ഏകം എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യണം, വളരെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യണം. അല്ലെ? ഏകം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഓടുന്നു, അല്ലെ, പലരുടെയും പുറകെ പോകുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഏകം, എന്നെ മാത്രം. ഏകം ഏകം മാമേകം, മാമേകം മാമേകം. എത്ര ശ്ലോകത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പരിത്രാണായ സാധുവിന്, അല്ല, അല്ലെങ്കിൽ എന്താണ്, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ എന്നാണ്. അല്ലെ? മാമേകം ശരണം. അപ്പൊ അതുകൊണ്ടാണ് ആ ഏകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. വേറെ ആരെയും പറയുന്നില്ല, ഏകം ഒരേ ഒറ്റാണ്. ഭഗവാൻ പറഞ്ഞതുപോലെ സദാ ഹരിയായിട്ടിരുന്ന് ഭഗവത് ധാമം പോകാൻ നമുക്ക് ശ്രമിക്കും. അല്ലെ? അതൊരു വലിയ ബാലികേറ മലയാണോ എന്ന് വെച്ചാൽ അല്ല, വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? അല്ലെ? പ്രഭുപാദ് അതിന് എല്ലാ ബേസിക്കും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് മാത്രം കണ്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഒന്നും കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും കുത്തിയിരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്? നാമം ജപിക്കുക, വളരെ ആത്മാർത്ഥമായിട്ട്, അല്ലെ, നാമം ജപിക്കുക. നമ്പർ 1. നമ്പർ 2, യമനിയമങ്ങൾ പാലിക്കുക. നമ്പർ 3, സത്സംഗത്തിൽ നിൽക്കുക. അല്ലെ? ആ പ്രഭുപാദരുടെ മുണ്ടിന്റെ അറ്റത്ത് പിടിച്ചാല് പ്രഭുപാദർ നമ്മളെ എവിടെ കൊണ്ടുപോകും? ഗോലോകവൃന്ദാവനത്തിലേക്ക് എത്തിക്കും. അതായിരിക്കണം നമ്മുടെ മനസ്സിൽ. അല്ലെ? എന്നും രാവിലെ എണീറ്റ് എനിക്കെന്ന് ഗോലോകവൃന്ദാവനത്തിൽ എത്താം എന്ന് വേണം ചിന്തിക്കാനായിട്ട്. അല്ലെ? ഗോലോക വൃന്ദാവനം നമ്മുടെ മനസ്സിൽ നിന്ന് വിടാനേ പാടില്ല. നമ്മൾ എവിടെ പോകണം ചോദിച്ചാൽ ഗോലോകവൃന്ദാവനത്തിലേക്ക് പോകണം എന്ന് പറയണം. ആ രീതിയിൽ വേണം നമ്മൾ അത് മനസ്സിലാക്കാനായിട്ട്. അല്ലെ? സ്റ്റാച്യു പോകണം. അല്ലെ? കാര്യം അതായിരിക്കണം നമ്മുടെ അവബോധ മനസ്സ് എപ്പോഴും. മാമേകം ശരണം വ്രജ എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ സദാ ഹരിയായിട്ടിരുന്ന് ഭഗവത് നാമം പോകാൻ നമുക്ക് ശ്രമിക്കാം. അതിന് വളരെ പ്രയാസമൊന്നുമില്ല. ഹരിനാമം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരിനാമം ജപിക്കുക. പ്രഭുപാദ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക. അദ്ദേഹത്തിന്റെ ബുക്സൊക്കെ വായിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ്? ഏകദശ വ്രതമൊക്കെ എടുക്കുക. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ബ്രഹ്മോത്സവം വരുന്നുണ്ട്. ബ്രഹ്മോത്സവം ഈ വരുന്ന ജാനുവരി 17ഉം 18ഉമാണ്. 16 വൈകിട്ടും പ്രോഗ്രാം ഉണ്ട്. 17ഉം 18ഉമാണ് മുഖ്യമായിട്ടുള്ള എന്താണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുക. തീർച്ചയായിട്ടും ഓരോരുത്തരും വന്ന് ഭഗവാൻ കൃഷ്ണ ബലരാമന്റെ അനുഗ്രഹം വാങ്ങണം. അന്നത്തെ ഒരു സ്പെഷ്യൽ ദർശനങ്ങളൊക്കെ ആയിരിക്കും. കാര്യം അന്ന് മേഴ്സി കുറച്ച് കൂടുതലായിരിക്കും. കാരണം അവരുടെ പിറന്നാളിന് എല്ലാവരും വരികയല്ലേ എന്നുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് അവർക്കുണ്ടാവും. രണ്ടുപേർക്കും, കൃഷ്ണൻ ബലരാം പിന്നെ ഗൗരിദത്തായി നരസിംഹദേവനുണ്ട്. അല്ലെ? അപ്പൊ ഇവരെയൊക്കെ കണ്ട് നമുക്ക് അനുഗ്രഹം വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് ഭഗവത് ഭക്ത പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. ഇപ്പൊ കൊല്ലത്തുള്ള എല്ലാവരെയും ഞാൻ ഇപ്പോ അതിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വന്ന് പങ്കെടുക്കണം. ഭഗവാന്റെ ആ ബ്ലെസ്സിങ്സ്, അല്ലെ, നമ്മൾ നഷ്ടപ്പെടുത്താതെ വാങ്ങിയിട്ട് പോകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ.